ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ 5ാമത്തെ അധ്യായമായിട്ടുള്ള സമവാക്യ പരിഹാരം അല്ലെങ്കിൽ സൊല്യൂഷൻസ് ഓഫ് ഇക്വേഷൻസ് എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൽ കുറച്ച് ഈസി ആയിട്ടുള്ള ചാപ്റ്ററാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ആദ്യം അതിൽ നിങ്ങളുടെ കഴിഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യനായിട്ട് പറയാണ്, ഒരു നമ്പർ, ആ നമ്പറിൽ കൂടെ ഒരു 40 കൂട്ടിയപ്പോൾ, ഒരു നമ്പറിൽ കൂടെ 40 കൂട്ടിയപ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടി? ഒരു 50 കിട്ടി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ കൂട്ടിയ സംഖ്യ എത്രയാണ്? ഇതാണ് ചോദ്യം. അപ്പോൾ ഈ ചോദ്യം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് അറിയാം, ഒരു സംഖ്യയെ കൂടെ എത്രയാണ് കൂട്ടിയത്? 40. അപ്പോൾ ആ സംഖ്യ അറിയില്ല. അപ്പോൾ നമ്മളത് എന്തെന്ന് കൊടുക്കുക? എക്സ് എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. അപ്പോൾ എക്സ് ഒരു ഇക്വേഷൻ രൂപത്തിലായി. അപ്പോൾ നമ്മളിത് എങ്ങനെ കണ്ടുപിടിക്കുക ഉത്തരം? ഇവിടെ ഈക്വലിൻ്റെ അവിടെ +40 ആണ്. അത് ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? മൈനസ്. അപ്പോൾ എക്സ് ഈക്വൽ ടു 50 മൈനസ് 40 ഈക്വൽ ടു എത്രയായി? 10. അപ്പോൾ 10 കൂടെ 40 കൂട്ടിയപ്പോഴാണ് എന്ത് കിട്ടിയത്? 50 കിട്ടിയത്. ഇനി വേറൊരു ഇക്വേഷൻ എടുക്കുകയാണ്. ഒരു നമ്പർ അറിയില്ല, അപ്പോൾ എക്സ് എന്ന് കൊടുത്ത് ആ നമ്പറിൽ കൂടെ ഞാനൊരു 125 കൂട്ടി. അപ്പോൾ എനിക്ക് 110 എന്ന ഉത്തരം കിട്ടി. അപ്പോൾ എക്സ് എത്രയാണ് എങ്ങനെ കണ്ടുപിടിക്കുക? എക്സ് ഈക്വൽ ടു ഇവിടെ 110 ഉണ്ട്, മൈനസ് പ്ലസ് അങ്ങോട്ട് പോകുമ്പോൾ എന്തായി? മൈനസ് 25. 110 25 പോയി കഴിഞ്ഞാൽ ബാക്കി 85. അപ്പോൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ അധ്യായത്തിൽ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം പേജ് നമ്പർ 79 3 ചോദ്യങ്ങളാണ് കൂട്ടലും കുറയ്ക്കലും എന്ന ഭാഗത്ത് ചെയ്യാനുള്ളത്. അതിലെ ഓരോ ചോദ്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം? ചെയ്ത് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഞാൻ എന്ത് ചെയ്യാം? വായിക്കാം. പേജ് നമ്പർ 79. പേജ് നമ്പർ 79 ഒന്നാമത്തെ ചോദ്യം ഞാൻ വേഗം എന്ത് ചെയ്യാം? ചെയ്തു പോവാം. ചോദ്യം സ്ക്രീനിൽ ഷെയർ ചെയ്യാം. 6 മാർക്ക് കൂടി കിട്ടിയിരുന്നെങ്കിൽ കണക്കു പരീക്ഷയിൽ 100ൽ 100 മാർക്കും ആയേനെ രാജന്റെ സങ്കടം. എത്ര മാർക്കാണ് കിട്ടിയത്? അപ്പോൾ രാജന്റെ വിഷമം എന്താണ്? രാജന് 100ൽ എത്ര മാർക്കും കൂടി? കണക്ക് പരീക്ഷയിൽ 100 മാർക്കും കിട്ടിയേനെ 6 മാർക്കും കൂടി കിട്ടിയിരുന്നെങ്കിൽ. 6 മാർക്കും കൂടി കിട്ടുകയാണെങ്കിൽ രാജന് എക്സാമിന് എത്ര കിട്ടും? 100ൽ 100 മാർക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ രാജന് ഇപ്പം കിട്ടിയിട്ടുള്ള മാർക്ക് എത്രയാണ്? അപ്പോൾ രാജന് ഇപ്പം കിട്ടിയിട്ടുള്ള മാർക്ക് എത്രയെന്ന് അറിയില്ല. അപ്പം എന്ത് കൊടുത്ത്? എക്സ് എന്ന് കൊടുത്ത് അത് കൂടെ എത്ര കിട്ടിക്കഴിഞ്ഞാൽ 6ഉം കൂടി കിട്ടിക്കഴിഞ്ഞാൽ എത്ര മാർക്കായി? 100 മാർക്കായി. എങ്കിൽ രാജന്റെ ഇപ്പോഴത്തെ മാർക്ക് എത്ര? ഇവിടെ +6 ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ്. എക്സ് ഈക്വൽ ടു 100 മൈനസ് 6 സമ 100ന്ന് 6 പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയാണ്? 94 എന്ന് നമുക്ക് എന്ത് ചെയ്യും? ഉത്തരം കിട്ടും. അപ്പോൾ എക്സ് എത്രയാണ്? 94. അപ്പോൾ രാജന്റെ മാർക്ക് രാജൻസ് മാർക്ക് എത്രയാണ്? 94 മാർക്കായിരിക്കും ആൾക്ക് കിട്ടിയിട്ടുണ്ടാവുക, രാജന് കിട്ടിയിട്ടുണ്ടാവുക. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് എന്ത് ചെയ്യാം? കടക്കാം. രണ്ടാമത്തെ ചോദ്യം ആദ്യം എന്ത് ചെയ്യാം? ഒന്ന് വായിക്കാം. രണ്ടാമത്തെ ചോദ്യം എന്താണ്? ചോദ്യം 5 വർഷം കഴിഞ്ഞാൽ 18 വയസ്സാകും. വോട്ട് ചെയ്യാം. ലിസി കണക്ക് കൂട്ടി. ലിസിക്ക് ഇപ്പോഴത്തെ വയസ്സ് എത്ര? എന്താ ലിസി പറയണത്? 5 വയസ്സ് 18 വയസ്സിൽ നമ്മൾ വോട്ട് ചെയ്യുക അല്ലേ? അപ്പോൾ 18 വയസ്സായി. 5 വർഷം കഴിഞ്ഞാൽ എനിക്ക് എന്താവും? 18 വയസ്സാവും. അങ്ങനെയാണെങ്കിൽ ലിസിക്ക് ഇപ്പോൾ എത്ര വയസ്സായി? അപ്പോൾ ലിസിയുടെ വയസ്സ് നമുക്കറിയില്ല. അപ്പോൾ ലിസിയുടെ ഏജ് എക്സ് എന്നെടുത്ത് അത് കൂടെ എത്ര കൂട്ടിയാൽ 5 വർഷം കഴിഞ്ഞ് നമുക്ക് 5 വയസ്സ് കൂടും. കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 18 വയസ്സാവും ആർക്ക്? ലിസിക്ക്. അങ്ങനെയാണെങ്കിൽ ലിസിയുടെ വയസ്സ് എക്സ് എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ എക്സ് ഈക്വൽ ടു പ്ലസ് അങ്ങോട്ട് പോകുമ്പോൾ എന്തായി? മൈനസ്.
18 മൈനസ് 5. 18 നിന്ന് 5 പോയ എത്രയാണ്? 18 നിന്ന് 5 പോയി കഴിഞ്ഞാൽ കുറച്ചൊക്കെ 8 നിന്ന് 5 പോയി കഴിഞ്ഞാൽ 4, 13 വയസ്സ്. 13 വയസ്സ്. 8 നിന്ന് 5 പോയാൽ 3. 13 വയസ്സ്. ആരുടെ വയസ്സ്? ലിസീസ് ഏജ്. ലിസിയുടെ വയസ്സ് എത്രയാണ്? 13. ഇനി നമുക്ക് രണ്ട് നല്ല സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഞാൻ ആദ്യം എന്ത് ചെയ്യാം? വായിക്കാം. 123നെ 321 ആക്കാൻ എത്ര കൂട്ടണം? ഇതാണ് ചോദ്യം. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? 123നെ 321 ആക്കാൻ എത്ര കൂട്ടണം എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് എന്താ പറഞ്ഞിരിക്കുന്നത്? 123നെ. അപ്പോൾ 123 കൂടെ എത്ര കൂട്ടിയാലാണ് 321 കിട്ടുക? അപ്പോൾ എക്സ് എന്ന് കൊടുത്ത് ഇവിടെ പ്ലസ് ആണ്. പ്ലസ് ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായി? മൈനസ്. അപ്പോൾ എക്സ് ഈക്വൽ ടു 321. ഇത് പ്ലസ് ആണ്. നമുക്ക് എങ്ങനെ മനസ്സിലാകും? ഒരു സംഖ്യയുടെ ഫ്രണ്ടിലായിരിക്കും ചിഹ്നം. അപ്പോൾ എക്സിന് ചിഹ്നം പ്ലസ്. 103 ചിഹ്നം ഇവിടെ ചിഹ്നങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തായിരിക്കും? പ്ലസ് അങ്ങോട്ട് പോകുമ്പോൾ എന്തായി? മൈനസ്. 321 മൈനസ് 123 എന്ന് കിട്ടി. അപ്പോൾ എക്സ് ഈക്വൽ ടു 321 എത്ര കുറയ്ക്കുക? 123 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 198. അപ്പോൾ 123 കൂടെ 198 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 321 കിട്ടും. ഇനി നാലാമത്തെ ചോദ്യം. 473നെ 234 ആക്കാൻ എത്ര കുറയ്ക്കണം? 432നെ 234 ആക്കാൻ എത്ര കുറയ്ക്കണം എന്നാണ് ചോദ്യം. അപ്പോൾ അതെങ്ങനെ ചെയ്യുക? 423 നിന്ന് എത്ര കുറച്ചാലാണ് 234 കിട്ടുക? 423 നിന്ന് ഏത് സംഖ്യ കുറച്ചാലാണ് 234 കിട്ടുക? അപ്പോൾ അവിടെ മൈനസ് ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? മൈനസ് അവിടെ നിർത്തി. ഇനി പ്ലസ് 423 അങ്ങോട്ട് പോകുമ്പോൾ എന്തായി? മൈനസ്. അപ്പം മൈനസ് എക്സ് ഈക്വൽ ടു 234 ഇവിടെ ഉണ്ട്. മൈനസ് പ്ലസ് അങ്ങോട്ട് പോകുമ്പോൾ എന്തായി? മൈനസ് 423. ചെറുതിൽ നിന്ന് വലുതാണ് നമ്മൾ കുറയ്ക്കുന്നത്. അപ്പോൾ 234 നിന്ന് 423 കുറയ്ക്കുക. 423 കുറച്ച് എത്രയും നമുക്ക് കിട്ടുക? 423. അത് നിങ്ങൾ എന്ത് ചെയ്യുക? ചെറുതിന്ന് വലുതാണ് കുറയ്ക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? വലുതിന്ന് ചെറുത് കുറയ്ക്കുക. 423 234 കുറച്ചാൽ ബാക്കി മൈനസ് 198. എങ്ങനെയാണ്? ചെറുതിന്ന് വലുത് വന്നാൽ കുറയ്ക്കാൻ പറഞ്ഞാൽ വലുതിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന് ചിഹ്നം ഇടുക. മൈനസ് ചിഹ്നം ഇട്ട്. ഇനി ഇവിടെ എന്തുണ്ട്? മൈനസ് ഉണ്ട്. ആ മൈനസ് ഞാൻ എന്ത് ചെയ്ത്? ക്യാൻസലാക്കി. ബാക്കി എക്സ് ഈക്വൽ ടു 198 എന്ന് കിട്ടി. അപ്പോൾ സംഖ്യ അഥവാ നമ്പർ എത്രയാണ്? 198. നമ്പർ അഥവാ സംഖ്യ. ഇതാണ് പേജ് നമ്പർ 79 വരുന്ന ആദ്യത്തെ 4 ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ. കടക്കാം. ചോദ്യം വായിക്കാം. ഗോപാലൻ കടയിലേക്ക് ഒരു കുല പഴം വാങ്ങി. അല്പം കേടുവന്ന 7 എണ്ണം മാറ്റിക്കഴിഞ്ഞപ്പോൾ 46 എണ്ണം ഉണ്ട്. എങ്കിൽ കുലയിൽ എത്ര പഴം ഉണ്ടായിരുന്നു? അപ്പോൾ ഗോപാലൻ കടയിലേക്ക് എന്ത് വാങ്ങി? ഒരു കുല പഴം വാങ്ങി. അതിൽ 7 എണ്ണം എന്തായിപ്പോയി? നാശമായിപ്പോയി. അപ്പം അതെന്ത് ചെയ്തു? കളഞ്ഞു. അങ്ങനെയാണെങ്കിൽ അപ്പോൾ കളഞ്ഞപ്പോൾ ബാക്കി എത്ര എണ്ണമായി? 46 പഴമായി. എങ്കിൽ കൊലയിൽ എത്ര ബാക്കിയുണ്ടെന്ന്. കൊല വാങ്ങിക്കുമ്പോൾ ആകെ എത്ര എണ്ണം ഉണ്ടായിരുന്നു? അപ്പോൾ മൊത്തം എത്ര പഴം ഉണ്ടോ അതിന് എത്ര എണ്ണം കേടായിപ്പോയി? 7 എണ്ണം കേടായിപ്പോയി. ബാക്കി എത്ര എണ്ണം ഉണ്ട്? 46 എണ്ണം ഉണ്ട്. അപ്പോൾ എക്സ് ഈക്വൽ ടു ആ കൊലയിൽ ആകെ എത്ര പഴം ഉണ്ടായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മൈനസ് അങ്ങോട്ട് പോകുമ്പോൾ എന്താ? ഈക്വലിന് അപ്പുറത്തേക്കുമ്പോൾ പ്ലസ്. അപ്പോൾ 46 പ്ലസ് 7. 46 കൂടെ 7 കൂട്ടിക്കഴിഞ്ഞാൽ ബാക്കി എത്ര? 53. അപ്പോൾ ആകെ പഴം നമ്പർ ഓഫ് ബനാനാസ് എത്രയാണ്? 53. നമ്മൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ ചോദ്യം ഞാൻ ഒന്ന് വായിക്കാം.
ചോദ്യം, വിമല 163 രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങി. 337 രൂപ മിച്ചമുണ്ട്. എത്ര രൂപയാണ് കയ്യിലുണ്ടായിരുന്നത്? അപ്പോൾ വിമല കടയിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിച്ചു. ആ സാധനങ്ങൾ വാങ്ങിച്ചതിൽ 163 രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങി. ബാക്കി 337 രൂപ ബാക്കിയുണ്ട്. അപ്പോൾ എത്ര രൂപയായിട്ടാണ് കടയിൽ പോയത്? അപ്പം മൊത്തം എത്ര രൂപ ഉണ്ടായിരുന്നോ അതിൽ നിന്ന് 163 രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങി. ബാക്കി കടക്കാരൻ എത്ര കൊടുത്ത്? 337 രൂപ കടക്കാരൻ തിരിച്ചു കൊടുത്തു. അപ്പോൾ കയ്യിൽ എത്ര രൂപ ഉണ്ടായിരുന്നു എന്ന് കടയിൽ പോകുമ്പോൾ? അപ്പോൾ എക്സ് ഈക്വൽ ടു മൈനസ് ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് 337 പ്ലസ് മൈനസ് ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് 163. അപ്പോൾ എക്സ് ഈക്വൽ ടു എത്ര കിട്ടി? കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 500 കിട്ടും. അപ്പോൾ കയ്യിലുണ്ടായിരുന്ന പൈസ എത്രയാണ്? 500 രൂപയാണ് വിമലയുടെ കയ്യിലുണ്ടായിരുന്നത്. ഇനി നമുക്കിതിലെ മൂന്നാമത്തെ ചോദ്യം നോക്കാം. ഈ 2 ചോദ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി മൂന്നാമത്തെ ചോദ്യം ഞാൻ ആദ്യം എന്ത് ചെയ്യാം? ഒന്ന് വായിക്കാം. ചോദ്യം, ഏതു സംഖ്യയിൽ നിന്ന് 123 കുറച്ചാലാണ് 321 ആകുന്നത്? ഏത് സംഖ്യയിൽ നിന്ന് 123 കുറച്ചാലാണ് 321 ആവുക എന്നാണ് ചോദ്യം. അപ്പോൾ ഏതൊരു സംഖ്യ, ആ സംഖ്യയിൽ നിന്ന് 123 കുറച്ചാൽ 321 ആവണം. അപ്പോൾ സംഖ്യ ഏത് എന്നാണ് ചോദ്യം. അപ്പോൾ എക്സ് മൈനസ് 123 സമം 321. മൈനസ് ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ്. അപ്പോൾ എക്സ് ഈക്വൽ ടു 321 പ്ലസ് 123 കൂട്ടിക്കഴിഞ്ഞാൽ 444 എന്ന് കിട്ടും. അപ്പോൾ സംഖ്യ എന്താണ്? നമ്പർ അല്ലെങ്കിൽ സംഖ്യ എത്രയായിരിക്കും? 443 ആയിരിക്കും. ഇതാണ് പേജ് നമ്പർ 80 ആദ്യത്തെ 3 ചോദ്യങ്ങൾ. ഇനി പേജ് നമ്പർ 80 അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ഭാഗം ഗുണനവും ഹരണവും, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. അതിൽ 4 ചോദ്യങ്ങളാണ് ചെയ്യാനുള്ളത്. ഒന്നാം ചോദ്യം വായിക്കാം. ഒരു സ്ഥാപനത്തിലെ മാനേജർക്ക് അവിടുത്തെ പ്യൂണിൻ്റെ 5 ഇരട്ടി ശമ്പളമുണ്ട്. മാനേജർക്ക് ഒരു മാസം 75,000 രൂപയാണ് കിട്ടുന്നത്. പ്യൂണിന് മാസം എത്ര രൂപ കിട്ടും? ഇതാണ് ചോദ്യം. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? മാനേജർക്ക് എത്രയാണ് ശമ്പളം? 75,000 രൂപ. മാനേജേഴ്സ് സാലറി. മാനേജറുടെ ശമ്പളം എത്രയാണ്? 75,000 രൂപ. എന്താ പറഞ്ഞിരിക്കുന്നത്? മാനേജർക്ക് പ്യൂണിന് എത്ര രൂപയാണോ കിട്ടുന്നത് അതിൻ്റെ 5 മടങ്ങുണ്ട്. മാനേജർ ശമ്പളം എന്ന് പറഞ്ഞാൽ പ്യൂണിൻ്റെ ശമ്പളത്തിൻ്റെ 5 മടങ്ങാണ്. അങ്ങനെയാണെങ്കിൽ പ്യൂണിൻ്റെ സാലറി എത്ര? പ്യൂൺസ് സാലറി, പ്യൂണിൻ്റെ ശമ്പളം, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് കൊടുത്ത്? എക്സ് എന്ന് കൊടുത്ത്. എക്സ്. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? പ്യൂണിൻ്റെ ശമ്പളം എത്രയാണോ അതിൻ്റെ 5 മടങ്ങ്, 5 ടൈംസ് ആണ് ആരുടെ ശമ്പളം? മാനേജറുടെ ശമ്പളം. അപ്പം നമ്മൾ പ്ലസ് ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ എന്തായി? മൈനസോ പ്ലസ് ആയിരിക്കും. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവിഷൻ, ഹരിക്കലാണ് ആവുക. അപ്പോൾ എക്സ് ഈക്വൽ ടു 75,000 ഹരിക്കണം 5 ചെയ്ത് നോക്കുക. 75,000 ഹരിക്കണം 5. ഒരു 5 7 പോയി കഴിഞ്ഞാൽ 2 5 5 25. കുറച്ച് കഴിഞ്ഞാൽ 0. അപ്പം 3 സീറോസ് മേലേക്ക് കയറ്റിയിടുക. അപ്പം എക്സ് പ്യൂണിൻ്റെ ശമ്പളം എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടിയത്? 15,000 രൂപ. അപ്പോൾ പ്യൂണിന് ഒരു മാസം കിട്ടുന്ന ശമ്പളം എത്രയാണ്? 15,000 രൂപ. ഇതാണ് ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്കിനി അടുത്ത ചോദ്യം വായിക്കാം. അടുത്ത ചോദ്യം ചോദ്യം, ഒരു വിനോദയാത്രയ്ക്ക് പോയവർ ആകെ ചെലവായ 12,500 രൂപ തുല്യമായി വീതിക്കാൻ തീരുമാനിച്ചു. ഓരോരുത്തരും 2,500 രൂപ കൊടുക്കണമെന്ന് കണക്കാക്കി. എത്ര പേരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത്?
അപ്പോൾ കുറച്ച് പേര് എന്തായി, വിനോദയാത്ര പോയി 12,500 രൂപയാണ് ചിലവാക്കിയത്. അപ്പോൾ ഓരോരുത്തരും 2,500 രൂപ എന്ത് ചെയ്യണം, എടുക്കണം. അങ്ങനെയാണെങ്കിൽ എത്ര ആൾക്കാരാണ് ആ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ ആയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം, നമ്പർ ഓഫ്, എത്ര ഗ്രൂപ്പിലുണ്ടായിരുന്ന ആൾക്കാരുടെ എണ്ണാണ്. അപ്പോൾ നമ്പർ ഓഫ് പേഴ്സൺ ഇൻ ദ ഗ്രൂപ്പ്, നമ്പർ ഓഫ് പേഴ്സൺസ് എന്ന മെമ്പേഴ്സ് ഇൻ ദ ഗ്രൂപ്പ്, ഗ്രൂപ്പിലുണ്ടായ ആളുകളുടെ എണ്ണം, ഗ്രൂപ്പിലുണ്ടായ ആളുകൾ എത്രയാണ്, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എക്സ് എന്ന് കൊടുത്ത് ഇനി എന്ത് ചെയ്യുക, ആകെ ചിലവായത് എമൗണ്ട് സ്പെൻഡ് എത്രയാണ്, 12,500 രൂപ. അങ്ങനെയാണ് എങ്കിൽ ഒരാൾ എത്ര രൂപ എടുക്കണം, 2,500 രൂപയാണ് എടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ആകെ എത്ര ആൾക്കാരുണ്ട്, അപ്പോൾ എക്സ് ഇൻറ്റു 2,500 സമം 12,500. ഇനി എന്ത് ചെയ്യുക, ഈ ഗുണിക്കൽ ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവിഷൻ, എക്സ് ഈക്വൽ ടു 12,500 ഹരിക്കണം 2,500. ഈ 2 സീറോയും ഈ 2 സീറോയും വെട്ടിക്കളഞ്ഞ് ബാക്കി 125 ഹരിക്കണം 25. 5 × 25 125. കുറച്ച് കഴിഞ്ഞാൽ 0. അപ്പോൾ എത്ര ആൾക്കാരുണ്ടായിരുന്നു ഗ്രൂപ്പിൽ, എക്സ് ഈക്വൽ ടു 5. 5 മെമ്പേഴ്സാണ് ആ പോയ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നത്. മൂന്നാമത്തെ ചോദ്യം വായിക്കാം. ഒരു സംഖ്യയെ 12 കൊണ്ട് ഗുണിച്ചപ്പോൾ 756 കിട്ടി. ഏത് സംഖ്യയെയാണ് ഗുണിച്ചത്? ഒരു നമ്പർ, അപ്പം നമ്പർ അല്ലെങ്കിൽ സംഖ്യ ഈക്വൽ ടു എക്സ് എന്ന് കൊടുത്ത് ഒരു സംഖ്യയെ 12 കൊണ്ട് ഗുണിച്ചപ്പോൾ 756 കിട്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു സംഖ്യ ഇൻറ്റു ഒരു സംഖ്യനെ 12 കൊണ്ട്, അപ്പോൾ എക്സ് ഇൻറ്റു 12 ഗുണിച്ചപ്പോൾ 756 കിട്ടി. സംഖ്യ ഏത്? അപ്പോൾ ഇൻറ്റു ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവിഷൻ, എക്സ് ഈക്വൽ ടു 756 ഹരിക്കണം 12. ഹരിച്ചു നോക്കുക, 756 ഹരിക്കണം 12. 6 × 12 72. 5 2 പോയി കഴിഞ്ഞാൽ 3, 0. ഈ 6 ഇറക്കിയിട്ട് അപ്പോൾ 12, 3 × 12 36. കുറച്ച് കഴിഞ്ഞാൽ 0 കിട്ടും. അപ്പം എക്സ് എന്ന് പറഞ്ഞ നമ്പർ ഏതാണ്? 63 ആയിരിക്കും നമ്പർ അല്ലെങ്കിൽ സംഖ്യ എന്ന് പറഞ്ഞാൽ. ഇനി നാലാമത്തെ ചോദ്യം ഇതേ മോഡൽ തന്നെയാണ്. ഒരു സംഖ്യയെ, ഞാൻ ചോദ്യം ആദ്യം വായിക്കാം. ഒരു സംഖ്യയെ 21 കൊണ്ട് ഹരിച്ചപ്പോൾ 756 കിട്ടി എങ്കിൽ ഏത് സംഖ്യയെ കൊണ്ടാണ് ഹരിച്ചിട്ടുള്ളത് എന്നാണ് ചോദ്യം. അപ്പോൾ സംഖ്യ അറിയില്ല, അപ്പം എന്താ നമ്മൾ കൊടുക്കുക? എക്സ് എന്ന് കൊടുത്ത്. അപ്പം നമ്പർ അല്ലെങ്കിൽ സംഖ്യ, നമ്പർ അല്ലെങ്കിൽ സംഖ്യ സമം എക്സ്. ഒരു സംഖ്യയെ എത്ര കൊണ്ട്? 21 കൊണ്ട് ഹരിച്ചപ്പോൾ 756 കിട്ടി. സംഖ്യ ഏത്? അപ്പോൾ ബൈ ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായി? ഇൻറ്റു. അപ്പോൾ എക്സ് ഈക്വൽ ടു 756 ഗുണിക്കണം 21. ഡിവിഷൻ അങ്ങോട്ട് പോകുമ്പോൾ ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ എന്തായിരിക്കും? ഡിവിഷൻ ആവും, അത് മറക്കരുത്. അപ്പോൾ 756 ഗുണിക്കണം 21. 1 × 6 6, 1 × 5 5, 1 7 7 പ്ലസ് 2 6 12 2, ബാക്കി 1, 5 2 10 1 11 1, ബാക്കി 1, 2 7 14 1 15. കൂട്ടുക 6, 5 2 7, 7 1 8, 5 1. അപ്പോൾ സംഖ്യ എക്സ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 15,876 ആയിരിക്കും സംഖ്യ എന്ന് പറഞ്ഞാൽ. അപ്പം നമ്മൾ ഇന്ന് 8ാം ക്ലാസ്സിലെ 5ാമത്തെ അധ്യായത്തിലെ
പേജ് നമ്പർ 79, 80 വരുന്ന എല്ലാ ചോദ്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വെക്കേഷൻ ആണെന്ന് അറിയാം, എല്ലാവരും എന്ത് ചെയ്യുക, ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക നന്നായിട്ട്. അപ്പോൾ നമുക്ക് സ്കൂൾ നടക്കുമ്പോൾ നന്നായിട്ട് ക്ലാസ്സിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, വർക്കൗട്ട് ചെയ്ത് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബായ്.